ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ചില സമയങ്ങളിൽ നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിലൂടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഡൗൺലോഡ് സ്റ്റേറ്റസ് പെൻഡിങ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ സർക്കിൾ റൊട്ടേഷനായി നിൽക്കുന്നതും കാണിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് പ്ലേ സ്റ്റോർ ഹോം പേജിൽ ടോപ്പ് റൈറ്റ് സൈഡിലായി കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സെറ്റിംഗ്സ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ ജനറൽ എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ കാണാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇപ്പോൾ ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ക്ലിയർ ഡിവൈസ് സെർച്ച് ഹിസ്റ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ഈ സെയിം പേജിൽ തന്നെ ക്ലിയർ വിഷ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ക്യാൻസൽ ആൻഡ് ക്ലിയർ എന്ന രണ്ട് ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ക്ലിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് സെയിം സെറ്റിംഗ്സ് പേജ് ഓപ്പൺ ചെയ്ത് നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓവർ എനി നെറ്റ്വർക്ക്, ഓവർ വൈഫൈ ഒള്ളി, ആസ്ക് മീ എവരി ടൈം എന്ന 3 ഓപ്ഷൻസ് കാണാം. നമുക്ക് ഓവർ എനി നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ആട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഓവർ എനി നെറ്റ്വർക്ക്, ഓവർ വൈഫൈ ഓൺലി, ആസ്ക് മീ എവരി ടൈം എന്ന 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഓവർ എനി നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് പേജിൽ ആപ്സ് എന്ന ഓപ്ഷൻ കാണാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആപ്സ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ കാണുന്ന സെർച്ച് ബാറിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ ആ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്ലിയർ ക്യാച്ച് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പേജിൽ ക്ലിയർ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡേറ്റാസ്, ഫയൽസ് എല്ലാം പെർമനൻ്റ്ലി ഡിലീറ്റ് ആകും. ഓക്കെ, നമ്മുടെ മൊബൈൽ സെറ്റിംഗ്സിൽ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ പ്ലേ സ്റ്റോറിലെ പെൻഡിങ് പ്രോബ്ലം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിലെ പെൻഡിങ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് നോക്കിയായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.